വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പാരിസ്ഥിതിക പഠനത്തിന് പ്രാമുഖ്യം നൽകിയുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താനൊരുങ്ങുകയാണ് കൊച്ചി കോർപ്പറേഷൻ. കായലുകളാൽ ചുറ്റപ്പെട്ട കൊച്ചിക്കായി കൂടുതൽ പാരിസ്ഥിതിക കാലാവസ്ഥാ പഠനങ്ങൾ നടത്താൻ സർക്കാർ തലത്തിൽ സഹായം വേണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുമെന്ന് കൊച്ചി മേയർ മീഡിയ വണ്ണിനോട് പറഞ്ഞു. മിക്സഡ് സോണിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള കൊച്ചി നഗരത്തിന്റെ 25 വർഷത്തേക്കുള്ള പുതിയ മാസ്റ്റർ പ്ലാനിന് സർക്കാർ ഈയടുത്താണ് അംഗീകാരം നൽകിയത്. നിലവിലെ കെട്ടിട നിർമ്മാണങ്ങൾക്കടക്കം മാറ്റം വരുത്തിയിട്ടുള്ള മാസ്റ്റർ പ്ലാൻ പരിസ്ഥിതിക്ക് ഒരു കോട്ടവും വരാത്ത രീതിയിൽ നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണ് കൊച്ചി കോർപ്പറേഷൻ. വൈറ്റില പരിസരത്ത് നടപ്പിലാക്കുന്ന ലോക്കൽ ഏരിയ പ്ലാൻ ഇത്തരത്തിലുള്ളതാകുമെന്ന് മേയർ എം അനിൽകുമാർ പറഞ്ഞു. ഞങ്ങളൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരുന്നു. ആ മാസ്റ്റർ പ്ലാന്റെ തുടർച്ചയിൽ കൊച്ചിയിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ലോക്കൽ ഏരിയ പ്ലാൻ ഉണ്ട് വൈറ്റില പരിസരത്ത്. ആ ലോക്കൽ ഏരിയ പ്ലാൻ പ്രകൃതി ദുരന്തത്തിൻ്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ആദ്യത്തെ ലോക്കൽ ഏരിയ പ്ലാൻ ആയിരിക്കണം എന്ന ചരിത്രപരമായ ഒരു തീരുമാനം കൂടി കൗൺസിലുണ്ടായി. കായലുകളാൽ ചുറ്റപ്പെട്ട കൊച്ചിക്കായി കൂടുതൽ പാരിസ്ഥിതിക പഠനങ്ങൾ നടത്താൻ സർക്കാർ തലത്തിൽ സഹായം വേണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുമെന്നും മേയർ മീഡിയ വണ്ണിനോട് പറഞ്ഞു. കോർപ്പറേഷൻ കൗൺസിലിലും ഇക്കാര്യം ചർച്ചയായി. ക്ലൈമറ്റ് വേരിയേഷനെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നഗരങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ സംബന്ധിച്ചുമുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സ്റ്റഡിക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു ടോക്കൺ ഒരു സഹായം ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്നും ഞങ്ങളത് ഏറ്റെടുക്കണമെന്നും തീരുമാനിച്ചിട്ടുണ്ട്. വയനാട്ടിലെ ദുരിതബാധിതർക്കായി 1 കോടി രൂപ ധനസഹായം കൊച്ചി കോർപ്പറേഷൻ പ്രഖ്യാപിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക ഉടൻ കൈമാറും. മൊസ്നാസോ, മീഡിയ 1, കൊച്ചി.